DGR പറഞ്ഞു ഞാൻ നിസ്സഹായനാണ്, കൂടി നിന്ന് മദ്യപിക്കുമ്പോൾ അരുതെന്ന് പറയാൻ വേണ്ടിയുള്ള അധികാരം എനിക്കില്ല, എനിക്ക് ടിക്കറ്റ് പരിശോധിക്കാനേ അധികാരമുള്ളൂ. അദ്ദേഹം കൈയൊഴിഞ്ഞു. അത് വീണ്ടും റെയിൽവേ പോലീസിന്റെ ചില ആളുകളെ വിളിച്ചു വരുത്തിയത് കണ്ടപ്പോൾ ഈ മദ്യപ സംഘം പിരിഞ്ഞുപോയി. റെയിൽവേ പോലീസ് പറഞ്ഞു നിങ്ങൾ പരാതി എഴുതി തന്നാൽ ഞാൻ തിരഞ്ഞു കണ്ടുപിടിക്കാം. എന്ത് പോലീസാണിത്? എന്ത് ഉദ്യോഗസ്ഥന്മാരാണ്? ഈ മദ്യപന്മാരുമായി കൂട്ടുചേർന്ന് റെയിൽവേയുടെ ഇടനാടുകളിൽ മദ്യപത്തിന് നേതൃത്വം കൊടുക്കുന്ന റെയിൽവേ ജീവനക്കാരും മദ്യപ സംഘവും ഉണ്ട് എങ്കിൽ ഇവിടുത്തെ സുരക്ഷ എവിടെയാണ് എന്ന് അധികാരികൾ പരിശോധിക്കണ്ടേ? ആധികാരികമായി ഞങ്ങൾ പറയുകയാണ്, ഇത് ട്രിവാൻഡ്രം എക്സ്പ്രസിൽ ഉണ്ടായ സംഭവം, ഇത് ആവർത്തിക്കപ്പെടുകയാണ്. ആരും പ്രതികരിക്കുന്നില്ല. ഭയമാണ് യാത്രക്കാർക്ക്, സ്ത്രീകൾക്ക് ഭയമാണ്, യാത്രക്കാർക്ക് ഭയമാണ്. ഒറ്റതിൽ നിന്ന് പ്രതികരിച്ചാൽ അവരെ ആക്രമിക്കും. അതാണ് വർക്കലയിൽ ഉണ്ടായത്. മദ്യപിക്കരുതേ എന്നൊരു സഹോദരി ധൈര്യപൂർവ്വം പറഞ്ഞപ്പോ നട്ടലിൽ ചവിട്ടി പുറത്തേക്ക് തള്ളുന്ന മനുഷ്യത്വരഹിതമായ പ്രവൃത്തി നടക്കുമ്പോ എവിടെയാണ് നമ്മുടെ രാജ്യത്തിന്റെ നീതി? എവിടെയാണ് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷിതത്വം? ആ ചോദ്യം പലയാവർത്തി കേരളത്തിന്റെ മുന്നിൽ നിന്നും കൊണ്ടുയർത്താൻ കേരളത്തിൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് സർക്കാർ ജീവനക്കാർ അതിരാവിലെയും വൈകുന്നേരവും ഓഫീസുകളിലേക്ക് വരുന്നതിന് വേണ്ടി ഈ തലസ്ഥാന നഗരിയിൽ അദ്ദേഹം യാത്ര ചെയ്യുമ്പോൾ അവരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കണം എന്ന് പറയാനുള്ള ബാധ്യത ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഓഫീസുകൾ ബഹിഷ്കരിച്ചുകൊണ്ട് ഇന്ന് ഈ പ്രതിഷേധത്തിന് നേതൃത്വം കൊടുക്കുന്നത്. റെയിൽവേയും ഭരണ സംവിധാനങ്ങളും ഉണർന്നു പ്രവർത്തിക്കണം. ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള വഴിതടച്ച സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തണം. CCTV സംവിധാനങ്ങൾ റെയിൽവേയിലെ പാസഞ്ചർ ട്രെയിനുകളടക്കം നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടുകൾ സ്വീകരിക്കണം. എമർജൻസി ബട്ടൺ എന്ന പ്രഖ്യാപനം മാത്രം പോരാ, എല്ലാ ട്രെയിനുകളിലും അതിന്റെ സംവിധാനം ഉണ്ടാകണം. ഓടുന്ന ട്രെയിനുകളിൽ നിന്നും ചവിട്ടി പുറത്തേക്ക് തള്ളാൻ കഴിയുന്ന തരത്തിലേക്ക്, വാതിലുകൾ തുറന്നിടുന്ന തരത്തിലേക്ക് പുതിയ ട്രെയിൻ സംവിധാനം ബോഗികൾ നിർമ്മിക്കുമ്പോൾ അതിന്റെ പഴുതടച്ചുകൊണ്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ വേണ്ടി കഴിയണം. ടോയ്ലറ്റ് സംവിധാനവും പുറത്തേക്കുള്ള വാതിലും ഒരിടത്ത് വരുന്നത് ഒഴിവാക്കാൻ കഴിയുമോ എന്ന് റെയിൽവേയുടെ എഞ്ചിനീയറിംഗ് വിഭാഗം പരിശോധിക്കണ്ടേ? അതല്ലേ അപകടങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട കാരണം. ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ കഴിയാതെ, ടോയ്ലറ്റിൽ പോകാൻ കഴിയാത്ത വിധത്തിൽ ഏത് അക്രമിക്കും ഏത് സമയവും കൈകാര്യം ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്ക് റെയിൽവേയുടെ സംവിധാനത്തിൽ പാളിച്ചകളുണ്ട് എങ്കിൽ അത്